നിലപാടുകളിലൂടെയും അഭിനയത്തിലൂടെയും മലയാളികൾക്ക് പ്രിയങ്കരിയായ നടിയും നർത്തകിയുമായ ലക്ഷ്മിപ്രിയയുടെ മതം മാറ്റത്തെക്കുറിച്ചുള്ള തുറന്നുപറച്ചിൽ വാർത്താ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഒരു പ്രമുഖ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താൻ ഇസ്ലാം മതം സ്വീകരിക്കാനിടയായ സാഹചര്യങ്ങളെക്കുറിച്ചും പിന്നീട് ഹിന്ദുമതത്തോടുള്ള അടുപ്പത്തെക്കുറിച്ചും ലക്ഷ്മിപ്രിയ മനസ്സ് തുറന്നത്. 18 വയസ്സുള്ളപ്പോൾ വിവാഹത്തിന് തൊട്ടു മുമ്പാണ് ലക്ഷ്മിപ്രിയ ഇസ്ലാം മതം സ്വീകരിച്ചത്. അന്ന് കാര്യമായ ധാരണയില്ലാത്ത ഒരു പ്രായത്തിൽ എടുത്ത തീരുമാനമായിരുന്നു അതെന്ന് അവർ പറഞ്ഞു. ഇന്നായിരുന്നെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലായിരുന്നു എന്നും നടി കൂട്ടിച്ചേർത്തു. ഭർത്താവ് ജയേഷിന് താൻ തട്ടമിട്ട് സബീന എന്ന പേരിൽ നടക്കാനായിരുന്നു ഇഷ്ടമെന്നും എന്നാൽ തന്റെ മതമാറ്റത്തിൽ അദ്ദേഹത്തിന് യാതൊരു പങ്കുമില്ലെന്നും ലക്ഷ്മിപ്രിയ വ്യക്തമാക്കി. പരമ്പരാഗതമായി സ്ത്രീ ഭർത്താവിന്റെ മതത്തിലേക്ക് മാറണമെന്ന ധാരണയിൽ ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാനാണ് അന്ന് മതം മാറിയതെന്നും അവർ വിശദീകരിച്ചു. പക്ഷേ എപ്പോഴും ഹിന്ദു സംസ്കാരത്തോടാണ് തനിക്ക് വലിയ ഇഷ്ടം ഉണ്ടായിരുന്നതെന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞു. ചെറുപ്പകാലം മുതൽ നൃത്തവും സംഗീതവും അഭ്യസിച്ചതിലൂടെ കണ്ണൻ, ശിവൻ, പാർവതി തുടങ്ങിയ ദേവതമാരെ കുറിച്ചും സംസ്കൃത ശ്ലോകങ്ങളെ കുറിച്ചും ആഴത്തിൽ മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. ഈ സാംസ്കാരിക അടിത്തറയോടുള്ള ഇഷ്ടമാണ് പിന്നീട് ഹിന്ദു മതത്തിലേക്ക് മടങ്ങാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നും ലക്ഷ്മിപ്രിയ വ്യക്തമാക്കി. ഇപ്പോഴത്തെ ജീവിതത്തിൽ സദാനന്ദ ധർമ്മം ഒരു ജന്മത്തിന്റെ പുണ്യമല്ല, ജന്മജന്മാന്തരത്തിലെ പുണ്യഫലത്തിൽ നിന്നാണ് ഈ വിശ്വാസത്തിലെത്തുന്നതെന്ന് താൻ മനസ്സിലാക്കുന്നതായി ലക്ഷ്മിപ്രിയ കൂട്ടിച്ചേർത്തു. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതായും രാമായണം പാരായണം ചെയ്യുന്നതും ലളിത സഹസ്രനാമം ജപിക്കുന്നതുമെല്ലാം തന്റെ പതിവ് ജീവിതചര്യയുടെ ഭാഗമാണെന്നും ഹിന്ദു ആത്മീയതയിൽ താൻ ഇപ്പോഴും ആകൃഷ്ടതയാണെന്നും ലക്ഷ്മിപ്രിയ വ്യക്തമാക്കി. ഒരു പ്രമുഖ അഭിനേതാവും നർത്തകിയുമായ ലക്ഷ്മിപ്രിയയുടെ ഈ തുറന്നു പറച്ചിൽ സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. വിശ്വാസവും വ്യക്തിപരവുമായ തിരഞ്ഞെടുപ്പുകളും സംബന്ധിച്ച ആഴത്തിലുള്ള ചർച്ചകൾക്കാണ് ഇതുണ്ടാക്കുന്നത്. വിശ്വാസം ഓരോ വ്യക്തിയുടെയും സ്വകാര്യമായ കാര്യമാണെന്ന് ലക്ഷ്മിപ്രിയ എടുത്തു പറഞ്ഞു. എങ്കിലും ഒരു മതത്തിൽ മാത്രം വിശ്വസിക്കാതെ എല്ലാ മതങ്ങളിലെയും നന്മകളെ ഉൾക്കൊള്ളാനാണ് താൻ ശ്രമിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. ഭഗവത്ഗീതയും ഖുർആനും ബൈബിളും എല്ലാം താൻ വായിക്കാറുണ്ടെന്നും എല്ലാ മതങ്ങളും മനുഷ്യന് നന്മയുടെ വഴിയാണ് കാണിച്ചു തരുന്നതെന്നും അവർ വ്യക്തമാക്കി. എല്ലാ മതങ്ങളും ദൈവങ്ങളിലേക്ക് എത്താനുള്ള വഴിയാണെന്നും ഒരു വ്യക്തിക്ക് ഏത് വഴിയിലൂടെ പോകണമെന്ന് സ്വയം തീരുമാനിക്കാമെന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞു. അത് വിശ്വാസത്തിന്റെ കാര്യത്തിൽ ലക്ഷ്മിപ്രിയക്കുള്ള വ്യക്തമായ കാഴ്ചപ്പാടാണ് കാണിക്കുന്നത്. ലക്ഷ്മിപ്രിയയുടെ ഈ തുറന്നു പറച്ചിൽ പലർക്കും പ്രചോദനമാകാറുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ പലരും മോശം രീതിയിൽ പ്രതികരിച്ചപ്പോൾ ലക്ഷ്മിപ്രിയ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായി മറുപടി നൽകിയിരുന്നു. ഏതെങ്കിലും ഒരു മതം മറ്റൊന്നേതിനേക്കാൾ മികച്ചതാണെന്ന് താൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ലെന്നും തനിക്ക് ഇഷ്ടമുള്ള വഴി തിരഞ്ഞെടുക്കാൻ തനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്നും അവർ വ്യക്തമാക്കി. ഇത് വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഓരോരുത്തരുടെയും വിശ്വാസത്തെക്കുറിച്ചുമുള്ള അവകാശങ്ങളെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു. മതത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ലക്ഷ്മിപ്രിയയുടെ വാക്കുകൾ കൂടുതൽ പ്രസക്തിയുണ്ട്. ലക്ഷ്മിപ്രിയയുടെ ജീവിതത്തിലെ ഓരോ ഘട്ടവും പലതരത്തിലുള്ള വെല്ലുവിളികളും പ്രതിസന്ധികളും നിറഞ്ഞതായിരുന്നു. എന്നിട്ടും സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് പോകാൻ അവർക്ക് സാധിച്ചു. സിനിമയിലെയും ജീവിതത്തിലെയും പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചാണ് ലക്ഷ്മിപ്രിയ മലയാളികൾക്ക് പ്രിയങ്കരിയായ ഒരു അഭിനേത്രിയായി മാറിയത്. ലക്ഷ്മിപ്രിയയുടെ ഈ മതമാറ്റം വെളിപ്പെടുത്തൽ ഒരു വ്യക്തിയുടെ വിശ്വാസത്തിന്റെ സ്വീകാര്യതയെക്കുറിച്ചും മതങ്ങൾക്കിടയിലെ സൗഹൃദങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകൾക്കും വഴിയൊരുക്കുന്നു. ലക്ഷ്മിപ്രിയയുടെ ഈ വാക്കുകൾ പലർക്കും പ്രചോദനവും ഒരുപോലെ സംവാദ വിഷയമാകുന്നു. ഈ സംഭവം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായിരിക്കുകയാണ്. ഇതൊരു വ്യക്തിയുടെ സ്വതന്ത്രപരമായ തിരഞ്ഞെടുപ്പിനെയും മതത്തെക്കുറിച്ചുള്ള വ്യക്തിപരമായ കാഴ്ചപ്പാടുകളെയുമാണ് സൂചിപ്പിക്കുന്നത്.